അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. തീർച്ചയായും 4ാം വർഷമാണ് ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നതിനായും അനുഗ്രഹം നേടുന്നതിനായും നിരവധി ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭണ്ഡാര അടുപ്പിൽ അഗ്നി തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രധാന കർമ്മി ഇതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഈ ഭണ്ഡാര അടുപ്പിൽ നിന്നാണ് ഇനിയുള്ള ഭക്തജനങ്ങൾ, താഴെ അടുപ്പ് കൂട്ടിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് തീ പകർന്നു കൊടുക്കുന്നത്. നമുക്ക് ഭണ്ഡാര പൊങ്കാല മഹോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടുവരാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആചാരത്തിന് തുടക്കമായിട്ടുണ്ട്. ഭണ്ഡാര അഗ്നി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ വർഷമാണ്. അപ്പോൾ നല്ല പങ്കാളിത്തമാണ് ഈ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് അതേ ലെവലിൽ തന്നെ ഈ വർഷമുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ക്ഷേത്രം കൂടി വന്നുകൊണ്ട്, ഗണപതി ക്ഷേത്രം കൂടി വന്നുകൊണ്ട് ഇന്നും അവിടെ കൃത്യമായിട്ട് പൂജയും വന്നുകൊണ്ട് ചെറിയൊരു പങ്കാളിത്തക്കുറവ് കാണുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ മോശമല്ല. ഏതാണ്ട് അതേ കഴിഞ്ഞ കൊല്ലത്തെ അതേ ലെവലിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. വലിയൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ ഈ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട്. അതെ, ഇവിടെ ഈ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം വലിയൊരു കാര്യമായിട്ട് 3 ദിവസം വ്രതമെടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ആണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ശ്രീ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ നമ്മുടെ പൊങ്കാല മഹോത്സവം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം വർഷമാണ് തീർച്ചയായും നമ്മൾ ഈ പൊങ്കാല ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി അനീഷേട്ടനാണ്. നമുക്ക് അനീഷേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും 4ാം തവണയാണ് നമ്മുടെ പൊങ്കാല മഹോത്സവം. നല്ല ഭക്തജനങ്ങളാണ് ഇവിടെയുള്ളത്, നല്ല പങ്കാളിത്തമുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്? ഓം നമഃ ശിവായ. ശ്രീ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ സകുടുംബം ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ പാർവതിക്കുള്ള പൊങ്കാലയാണ്. തുടർച്ചയായി ഇത് 4ാം വർഷമാണ് നടക്കുന്നത്. ഇവിടെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിക്കാർ അതിശക്തരായിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒരു സംഘടിപ്പിക്കൽ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. രാവും പകലും ഉറക്കമൊഴിഞ്ഞാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്കാർ നിന്നിട്ടുള്ളത്. എല്ലാം കമ്മിറ്റിക്കാരുടെ കഴിവുകളാണ്. അത് എടുത്തു പറയണ്ട, കാരണം ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ്. കാരണം എല്ലാ സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടായ ഒരു വർക്കിൻ്റെ ഒരു വിജയം തന്നെയല്ലേ? അത് കൂട്ടായ വർക്ക് തന്നെയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മാതൃസമിതി കമ്മിറ്റിയും, അതല്ലാതെ ഉത്സവ കമ്മിറ്റിയും ഉണ്ട്. പിന്നെ ജനങ്ങളും ഭക്തജനങ്ങളും ഞങ്ങളോട് അതുപോലെ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ഭംഗിയായി ഈ പൊങ്കാല ചടങ്ങ് നടത്താൻ ഇവിടെ സാധിക്കുന്നത്.
പൊങ്കാല ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുണ്ട്, നല്ല സജ്ജീകരണം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഭക്തി നിർബലമായിട്ടുള്ള പൊങ്കാല മഹോത്സവം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാരൊക്കെ അടുപ്പ് കൂട്ടി അതുപോലെ അരി തിളച്ച് പൊന്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ അരി തിളച്ച് പൊന്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരോട് കൂടി ഈ പൊങ്കാല വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ കൂടെ ഒരു അമ്മയുണ്ട്, നമുക്ക് പൊങ്കാല വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യമായിട്ടാണോ പൊങ്കാല? എങ്ങനെയാണ്? 4 വർഷമായി ഇവിടെ പൊങ്കാല 4 വർഷമായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 4 വർഷവും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആഗ്രഹമാണ് ഇത് ഇടണം എന്നുള്ളത്. നമ്മളെന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് മഹമായി സാധിച്ചു തരുന്നുണ്ട്. ഇവിടുന്ന് സകുടുംബമാണ് നമ്മുടെ ഈ പ്രതിഷ്ഠ. നമ്മുടെ ഈ ദേശവാസികൾക്ക്, കാരണം ദൂരെയൊക്കെ പോയി നമുക്ക് പൊങ്കാലയിടാൻ പറ്റാത്തവർക്ക് ഏറ്റവും ഒരു സന്തോഷമാണിത്. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആത്മസംതൃപ്തിയാണ് ഇവിടെ വരുന്നതും ഈ പൊങ്കാല ഇടുന്നതും. അപ്പം 10 ദിവസം ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ ചടങ്ങാണ്. ഇന്നാണ് പൊങ്കാലയുടെ ചടങ്ങ് നടക്കുന്നത്. അപ്പം നമ്മളെല്ലാം ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളവരാണ്. ദൂരെ നിന്നാണ് കൂടുതൽ പേരും ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഈ പൊങ്കാലയിലുള്ളത്. നല്ല സജ്ജീകരണമാണ് കമ്മിറ്റിക്കാർ. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല, വരുന്നവർക്ക് എല്ലാവർക്കും പൊങ്കാല ഇടാൻ പറ്റുന്ന വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ റെസീറ്റ് മുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇവിടുന്ന് അടുപ്പെല്ലാം കൂട്ടി വെച്ച് നമുക്ക് വേണ്ടുന്ന സാമഗ്രികളെല്ലാം ഇവിടെ ഒരുക്കി വെച്ച് എല്ലാം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ കൂടെയാണ് കമ്മിറ്റിക്കാർ. എല്ലാത്തിനും കൂടെയുണ്ട്. കുടിവെള്ളമുണ്ട്. അവർ നമ്മളോടൊപ്പം തന്നെയുണ്ട്. കമ്മിറ്റി നല്ല പ്രവർത്തനമാണ്. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. ദേശവാസികളുടെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒത്തിരി സന്തോഷത്തിലാണ് എല്ലാവരും. അതേപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ ദേശവാസികളുടെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പ്രദേശവാസികളെക്കാൾ പുറത്തുനിന്ന് ഒരുപാട് ആളുകളാണ് ഈ പൊങ്കാല മഹോത്സവം കൂടാൻ വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പൊങ്കാല വിശേഷങ്ങൾ? ഇത് മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ 4ാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്. അസാധ്യമായതെന്തോ സാധ്യമാക്കി തരുന്നതാണ് മൂലത്തുംകുന്ന്. അപ്പം ഇത് ആദ്യം പൊങ്കാല ഇട്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുകയും പിന്നെ ചൂടും എല്ലാം കാരണം ഞാൻ ഫസ്റ്റ് ഇനി അടുത്ത വർഷം ഇടൂല എന്ന് കരുതിയതാണ്. പക്ഷേ പിന്നത്തെ വർഷം ഇട്ടപ്പോൾ ഒരു പുക പോലെ എന്നെ തഴുകി വന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ തന്നെയാണോ സ്ഥലം? വിളമന തന്നെ. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? 4ാമത്തെ കൊല്ലമാണ്. എവിടെയാണ്? ഇവിടെ തന്നെയാണോ? തൊട്ട് താഴെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സജ്ജീകരണമൊക്കെ? നല്ല സജ്ജീകരണം. നല്ലതന്നെ. നമ്മളിപ്പം ഉത്സവം തുടങ്ങിയിട്ട് 4 ദിവസമായി. എല്ലാം വളരെ ഭംഗിയോട് ഇവിടെ ആഘോഷിക്കുന്നു. ഞാനിപ്പം 3ാമത്തെ കൊല്ലമായത്. ദേവീനെ വിചാരിച്ച്, നല്ല ദൈവത്തിനെ വിചാരിച്ചിട്ട് പൊങ്കാല നല്ല തൃപ്തിയോടെ ഇട്ട് ഇനി അടുത്ത കൊല്ലം ഇടണമെന്ന് ദൈവം സഹായിക്കട്ടെ. ആദ്യത്തെയാണോ? 4ാം വർഷം. ഇവിടെ തന്നെയാണ്. നല്ലൊരു അനുഭവം. ആദ്യമായിട്ടാണോ പൊങ്കാല? 3ാം വർഷം. ഇവിടെ തന്നെയല്ലേ സ്ഥലം? ഇവിടെ തന്നെയായിരുന്നു. എങ്ങനെയുണ്ട് പൊങ്കാലയെക്കുറിച്ച്? നല്ലതായിരുന്നു. നല്ല അഭിപ്രായം. ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, ഇത് 3ാം തവണയാണ്. ഇവിടെ തന്നെ 3ാമത്തെ തവണ. 4ാമത്തെ വർഷമാണ് ഇവിടുന്ന്? അല്ല, 3ാമത്തെ വർഷം. ഇവിടെ അല്ല, കല്യാണം കഴിച്ചുവിട്ട ഉള്ളിൽ വട്ടിയാന്തോടുന്ന് വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പൊങ്കാല. എങ്ങനെയുണ്ട് പൊങ്കാല? പൊങ്കാല നല്ല പാർവതി ദേവിക്ക് ഒരുപാട് പേര് എന്നും എല്ലാ വർഷവും ഇടുന്നുണ്ട്. ഇത് 4ാമത്തെ വർഷമാണ് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട്. മാതൃസമിതിയുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പൊങ്കാല? അയ്യോ, വളരെ സന്തോഷമുണ്ട്. 4ാമത്തെ വർഷമാണ്. നല്ല പങ്കാളിത്തമുണ്ട്. നല്ല സജ്ജീകരണമാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ. 3-4 ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയാണ്. നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ മാതൃസമിതി സെക്രട്ടറി കൂടി ഉണ്ട് നമ്മുടെ കൂടെ. എങ്ങനെയുണ്ട് നമ്മുടെ പൊങ്കാല മഹോത്സവം? എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. വളരെയധികം താല്പര്യത്തോടെയാണ് എല്ലാവരും ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന എന്താണ് പറയണ്ടേ, ഒരു സമർപ്പണം, നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഈ സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാലയിലേക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് പൊങ്കാല ഇടുന്നതിന്. ഒരുപാട് ആളുകൾ ദൂര സ്ഥലത്തു നിന്നും വരുന്നുണ്ട് പൊങ്കാല ഇടാനായിട്ട്. ഇപ്പം നമ്മുടെ ഈ ഏരിയയിലെ ഈ ഒരു ക്ഷേത്രത്തിലാണത് പൊങ്കാല ഉള്ളത്. അപ്പോൾ ഒട്ടുമുക്കാലും ആളുകൾ ഇവിടെ പൊങ്കാല ഇപ്പം 4ാമത്തെ വർഷമല്ലേ ഇടുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷം. 9 ദിവസത്തെ നോയമ്പ് നോറ്റ് ഇതെന്താ പറയേണ്ട ഒരു അനുഭൂതി തന്നെയാണ്.
അപ്പോൾ ഭക്തി നിർബലമായിട്ടുള്ള പൊങ്കാല മഹോത്സവത്തിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. നമുക്കൊക്കെ ചോദിച്ചറിയാം എങ്ങനെ 4ാമത്തെ വർഷമാണ് നമ്മുടെ പൊങ്കാല. മൂലത്തുംകുന്ന് പൊങ്കാല എന്ന് പറയുന്നത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി വളരെ ഇഴപിഴിഞ്ഞ് കിടക്കുന്ന ഒരു ആചാരമാണ്. ക്ഷേത്രം തകർക്കപ്പെട്ട കാലത്ത് മുടങ്ങിപ്പോവുകയും പിന്നീട് നവീകരണം പൂർത്തിയായ ഘട്ടത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ശാഖാസമിതിയുടെ നേതൃത്വത്തിലാണ് പൊങ്കാല സമർപ്പണം വീണ്ടും പുനരാരംഭിച്ചത്. അതായത് ക്ഷേത്ര ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ആചാരം പുനഃക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി വളരെ ഭംഗിയായ രീതിയിൽ പൊങ്കാല സമർപ്പണം ഇവിടെ നടന്നു വരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം, അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അതൊക്കെ തന്നെ പൊങ്കാലയുടെ മാഹാത്മ്യം മറ്റു നാളുകളിലേക്കും വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിദൂരദേശങ്ങളിൽ നിന്ന് വരെയുള്ള ആളുകൾ പൊങ്കാല സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെയധികം അനുഗ്രഹദായകമായ അനുഭവ സാക്ഷ്യങ്ങളാണ് ആളുകൾ പറയുന്ന കാര്യങ്ങൾ. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊങ്കാല സമർപ്പണത്തിന് നമ്മൾ വ്രതവിശുദ്ധരായി എത്തുന്ന ആളുകൾക്കുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ദേവസ്വം നേരിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പൊങ്കാല കലങ്ങൾ, ഇഷ്ടിക, മറ്റ് വസ്തുക്കൾ, നൈവേദ്യ വസ്തുക്കളെല്ലാം തന്നെ ദേവസ്വം ലഭ്യമാക്കുന്നുണ്ട്. അത്ര വളരെ മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ പൊങ്കാല, മൂലത്തുംകുന്ന് പൊങ്കാല നടത്തി വരുന്നത്. മൂലത്തുംകുന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശിവകുടുംബമാണിവിടെ. മുഖ്യ ദേവനായ ശിവൻ്റെ പത്നിയായ പാർവതി, മക്കളായ സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ്, നാഗദേവതമാരുടെ സാന്നിധ്യം എല്ലാം ഉൾക്കൊള്ളുന്ന ശിവകുടുംബ ദേവാലയത്തിൽ വളരെ അതിവിശിഷ്ടമായിട്ടാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ അതിൻ്റെതായ എല്ലാ പ്രൗഢിയോടും കൂടി നടന്നു വരുന്നത്. നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണം ഇവിടുത്തെ കമ്മിറ്റിക്കാരെ നല്ല രീതിയിൽ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം വരുന്ന എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള സൗകര്യവും പരിഭവവും ഒന്നുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും അത് ക്ഷേത്ര സമിതിയുടെ ഒരു തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ചും പ്രസിഡന്റ് രവിയേട്ടൻ, സെക്രട്ടറി സി അനീഷ്, അവരുടെയൊക്കെ തന്നെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ശ്രദ്ധയും കരുതലും, അത്ര വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് യാതൊരു സാങ്കേതികമായ തടസ്സങ്ങളും ഉണ്ടാവാതെ അപകട സാധ്യതകളെല്ലാം കുറച്ചുകൊണ്ട് ഭഗവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കുമാറ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് എല്ലാ വർഷവും ദേവസ്വം ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തൃപ്തിയോടുകൂടിയാണ് പൊങ്കാല സമർപ്പണം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ മടങ്ങുന്നത്. അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും വിവരണാതീതമായ അനുഭവങ്ങളാണ്. പല ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് പലരും. ചിലർക്ക് കുട്ടികൾക്ക് ജോലിയായിരിക്കാം, ചിലർക്ക് മക്കളുടെ വിവാഹമായിരിക്കാം, ചിലർക്ക് വീട് വെക്കലായിരിക്കാം. അങ്ങനെ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പൊങ്കാല സമർപ്പിക്കുന്നത് അവർക്കൊക്കെ തന്നെ ആ അനുഗ്രഹം ലഭിക്കുന്നതായിട്ടുള്ള ആ സന്തോഷം ഭഗവാനുമായി അവർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ക്ഷേത്രത്തിന് ലഭിക്കുന്ന ആ ചരിതാർത്ഥ്യം. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം പൊങ്കാലയിടുന്നവരുടെ മനസ്സ് നിറയുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതിയിലുള്ള സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ പൊങ്കാല അർപ്പിച്ചവർ മടങ്ങുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പൊങ്കാല സമർപ്പണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ ഭക്തി നിർബലമായിട്ടുള്ള പൊങ്കാല മഹോത്സവം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിക്കാതിരിക്കുകയാണ്. എല്ലാ കലങ്ങളും പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പല പായസങ്ങളും റെഡിയായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പൊങ്കാല മഹോത്സവമാണ്. തുടർച്ചയായിട്ടുള്ള 4ാം വർഷവും നല്ല രീതിയിലുള്ള പൊങ്കാല മഹോത്സവമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇവിടെ ഒരുക്കിക്കിടുന്ന സജ്ജീകരണങ്ങളാണ്. എത്തുന്ന എല്ലാവർക്കും പൊങ്കാല കൂട്ടാനുള്ള അടുപ്പുകളും മറ്റുമൊക്കെ ഇവിടെ കമ്മിറ്റിക്കാർ തയ്യാറാക്കി റെഡിയാക്കി നിൽക്കുകയാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രദേശവാസികളെക്കാൾ കൂടുതൽ ആളുകൾ പുറത്തുനിന്നും പൊങ്കാല ആഘോഷിക്കുന്നതിനും പൊങ്കാല അർപ്പിക്കുന്നതിനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഭക്തി നിർബലമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് പൊങ്കാല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏജാൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജിതിനൊപ്പം അഫ്ലേ ജമീൽ.